ഹലോ, ഇനി നമുക്ക് ഗുജറാത്തി സാരി ഒന്ന് കണ്ടാലോ. എങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് വർത്തമാനം പറഞ്ഞ സമയങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഗുജറാത്തി സാരി ഉടുക്കുന്നതെന്ന് നോക്കാം. ഹലോ, നമുക്ക് ഗുജറാത്തി സാരി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വ്യത്യാസമില്ല, നമ്മുടെ സാധാരണ സാരി ഉടുക്കുന്ന പോലെ തന്നെ ഒരു നോട്ട് ഇടുക. ആ നോട്ട് നിങ്ങളുടെ അണ്ടർ സ്കേർട്ടിൻ്റെ കെട്ട് വരുന്ന ഭാഗത്തു നിന്ന് ടക്കിൻ ചെയ്ത് തുടങ്ങുക. സാരി ഫാബ്രിക് മുഴുവൻ ടക്കിൻ ചെയ്യുക. എല്ലാം നമ്മുടെ മറ്റ് സാധാരണ സാരികൾ ഉടുക്കുന്ന പോലെ തന്നെ എല്ലാം ടക്കിൻ ചെയ്തെടുക്കുക. എന്നിട്ട് പല്ലുവിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. ഏറ്റവും അറ്റത്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് പല്ലുവിൻ്റെ അവിടം വെച്ചിട്ട് നമ്മൾ ലെങ്ത് നോക്കണം. മറ്റേ സാരി പോലെ തന്നെ ഒന്ന് കറക്കി എടുക്കുക. പക്ഷെ മുമ്പിലേക്ക് കൊണ്ടുവരണ്ട, നിങ്ങളത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ വരും പല്ലു. നിങ്ങൾ ഫുൾ കവർ ചെയ്തെടുക്കാതെ നിങ്ങൾ ബാക്കിൽ കൂടെ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് നമ്മുടെ അതിൻ്റെ പല്ലുവിൻ്റെ ലെങ്ത് ഒരു മിഡ് പോർഷൻ, നമ്മുടെ ഒരു പകുതി വരെ കണ്ടില്ലേ, ഈ ലെങ്ത്, ആ ലെങ്തിൽ വരെ വെച്ചിട്ട് അളവെടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കണം. അത്രയും ലെങ്ത്. അപ്പോൾ നമ്മുടെ പല്ലുവിൻ്റെ ആ ഒരു പ്രിൻ്റ് കണ്ടില്ല, ആ പ്രിൻറ്റിൻ്റെ ഒരു ശകലം വരെ, അതുവരെ ലെങ്താണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അത്രയും ലെങ്തിൽ നമുക്കിനി പ്ലീറ്റ്സ് എടുക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ മറ്റ് സാരി ഉടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ പ്ലീറ്റ് എടുക്കുക. ആവശ്യത്തിന് ഉള്ള അളവ് എത്ര വീതി വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മടക്കിയെടുക്കുക. ഞാനതിൻ്റെ പ്ലീറ്റ്സ് എടുത്തു. എന്നിട്ട് അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സേഫ്റ്റി പിൻ കുത്തുക. എന്നിട്ട് അതങ്ങനെ സെക്യൂർ ചെയ്തു. ഇനി അതിൻ്റെ ലെങ്ത് നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളതിൻ്റെ ലെങ്ത് വെച്ചിട്ട് ബാക്കി പ്ലീറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. നമ്മൾ മുകളിൽ നിന്ന് വലിച്ചു പിടിച്ചിട്ട് അത് അറേഞ്ച് ചെയ്തെടുക്കുക. അത്രയും നമുക്ക് കിട്ടി. അത്ര ലെങ്ത് എനിക്ക് അത്രയും പോരാ, ഒരു ശകലം കൂടി വേണമെന്ന് തോന്നി. അവിടെ പിടിച്ചിട്ട് ബാക്കി ഒരു ശകലം കൂടി എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും ലെങ്ത് കിട്ടി. ഇത്ര ലെങ്ത് എനിക്ക് ആവശ്യമുള്ളൂ. അവിടെ വെച്ചിട്ട് മറ്റതുപോലെ തന്നെ സേഫായിട്ട് സേഫ്റ്റി പിൻ കുത്തി വയ്ക്കുക. ഇനി അത് മുമ്പിലേക്ക് വയ്ക്കുക. ഇത്രയാണ് ലെങ്ത് നോക്കുക. എനിക്കിപ്പോൾ അത്രയും മതി. ഈ ലെങ്താണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് അത് നിങ്ങളവിടെ സേഫ്റ്റി പിൻ കുത്തി വയ്ക്കുക. അല്ലെങ്കിൽ അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സാധാരണ മറ്റു സാരി പോലെ തന്നെ താഴത്തെ പ്ലീറ്റ്സുകൾ ഓരോന്നിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്ക് ബാക്കിൽ ഇത്രയും ഒരു ഫാബ്രിക് തൂങ്ങി നിൽക്കണം. ആ ലെങ്ത് നമ്മൾ നോക്കണം എത്രയും വേണമെന്ന്. ഇത്രയും ലെങ്തിൽ ഇട്ടേക്കുക. ഇത്രയും വേണം ഒരു ഗ്യാപ്പ്, നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഗ്യാപ്പ് എടുക്കുക. എന്നിട്ട് അത് എത്ര വേണം എന്നുള്ളത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇത്ര അളവാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെവിടം വരെ വേണം എന്നുള്ളത് അതൊന്ന് ഇത്രയും വെച്ചിട്ട് അവിടെ ഒന്ന് കുത്തി വയ്ക്കുക. നമുക്ക് അത്രയും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ബാക്കി നമ്മുടെ മറ്റേ സാരി പോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുക. റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബാക്കിലിട്ടതിൻ്റെ അളവ് ചിലപ്പം തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയി, ട്യൂബ് ലൈറ്റ് പോയതിൻ്റെതാണ്, ക്ഷമിക്കണം. എന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് ഇത് നമ്മൾ സാധാരണ സാരിയുടെ രീതി തന്നെ കറക്റ്റായിട്ട് എല്ലാം ഈക്വലായിട്ട് ഫുൾ പ്ലീറ്റ്സ് എടുക്കുക. നമ്മളെവിടെയാണോ മടക്കി കുത്തി വെച്ചത് അവിടം വരെ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ നമ്മളെടുത്ത പ്ലീറ്റ്സുകളെല്ലാം അറേഞ്ച് ചെയ്യുക. ഒരെണ്ണം അറേഞ്ച് ചെയ്തെടുക്കുക.
ഈക്വലായിട്ട് വരണം. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് വീണ്ടും പിന്നൂത്തുക. മറ്റേ ഊരി പോരിക്കാൻ വേണ്ടി ഞാൻ അവിടെ കുത്തിയതാണ്, ഊർന്ന് പോരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ സാരി 2 രീതിയിൽ ടക്കിങ് ചെയ്യാം. നമ്മുടെ സാധാരണ സാരി പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ടക്കിങ് ചെയ്യാം, ഉണ്ടല്ലേ? അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലേക്കും ഇത് ടക്കിങ് ചെയ്യാവുന്നതാണ്. അത് ഊരുക, എന്നിട്ട് തിരിച്ച് ടക്കിങ് ചെയ്യുക. ഇത് അങ്ങോട്ടെന്നുള്ളത് ഇങ്ങോട്ട്. നമ്മൾ മറ്റേത് കുത്തിയത് ഇങ്ങനെയാണ്. ഇതിന് ഞാൻ അങ്ങോട്ട് തിരിച്ചു കുത്തുകയാണ്. ഇതങ്ങോട്ട് ഇത്ര തിരിക്കുവാണ്. അങ്ങോട്ട് കുത്തിയത് ഇങ്ങോട്ട് കുത്തി, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ അപ്പുറത്തെ സൈഡ് മറ്റേ നമ്മൾ സാധാരണ സാരി കൊടുക്കുന്ന പോലെ സൈഡൊന്ന് ഷേപ്പാക്കിയിട്ട് ഇതിങ്ങനെ കുത്തുക. അപ്പോൾ ഇത് വേറൊരു രീതി, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഉണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ആ പ്ലേറ്റ് ഒന്ന് താഴത്തേക്ക് ഇടേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കത് തീർത്തും താഴത്തേക്ക് ഇടാവുന്നതാണ്. അതിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നു മാത്രം. എന്തായാലും അതിന് വൃത്തികളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ആ ഫ്രണ്ടിലത്തെ പല്ലു എന്തായാലും അത് വിരിച്ച് കുത്തുമ്പോൾ ഇതൊന്നും കാണില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുത്താം, അങ്ങോട്ടും കുത്താം ഇങ്ങോട്ടും കുത്താം. അവിടെ കുത്തുന്നവരും മറക്കരുത്. നമ്മൾ തുമ്പിലത്ത് അഴിച്ച് മാറ്റിയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ പ്ലേറ്റ്സുകളെല്ലാം ഈക്വലായിട്ട് ഭംഗിയായിട്ട് വിരിച്ച് അതിൻ്റെ പ്ലേറ്റ്സ് എല്ലാം വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്ക് സൈഡൊക്കെ കാണൂലേന്ന്. ബാക്ക് സൈഡ് കാണാതിരിക്കാൻ ഇത് ബാക്കിൽ കൂടെ എടുത്തിട്ട് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം, ബാക്കിൽ നിന്ന് വലിക്കണം. അപ്പം നിങ്ങളുടെ ബാക്ക് കാണില്ല. എന്നിട്ട് അത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നൂത്തുക. അത് അകത്തുനിന്ന് ഊത്തുക. ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ കാര്യം. നിങ്ങളുടെ മറ്റേ സാധാരണ സാരി ഉടുക്കുന്നതിന് തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാറ്റമില്ല അതിന്. അപ്പോൾ ബാക്ക് സൈഡ് കാണില്ല, പല്ലു കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ. കണ്ടില്ലേ? ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും കുത്താം, പല രീതിയിലും ഡ്രേപ്പിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ ബ്ലൗസൊക്കെയാണ് ഇടുന്നതെങ്കിൽ, അതല്ല നിങ്ങൾക്കത് സാധാരണ ബ്ലൗസിൽ ഇങ്ങനെ കാണുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ലെങ്തിലിടാം. ഇങ്ങനെ നീളത്തിൽ ലെങ്തിലിടാം. ഈ പല്ലു സ്പ്രെഡ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പോൾ സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട്. ഷർട്ട്, നിങ്ങളുടെ വൈറ്റ് ഷർട്ടിനൊക്കെ ഇതുപോലെ സാരി ഉടുക്കുന്നവരുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തും വയ്ക്കാം. അതൊക്കെ പല്ലു നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. ഞാൻ ബ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഗുജറാത്തി സാരി ഉടുക്കാൻ. നമുക്ക് വേണമെങ്കിൽ സ്വയം കല്യാണത്തിൻ്റെ റിസപ്ഷനോ എൻഗേജ്മെൻറ്റിനോ ഒക്കെ ഇങ്ങനത്തെ സാരി ട്രൈ ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ റിസപ്ഷന് എല്ലാവരും ഉടുത്തിരുന്നതാണ് ഇതുപോലെ. ഇതാണ് ഗുജറാത്തി സ്റ്റൈൽ. എല്ലാവർക്കും ഉടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉടുക്കാൻ. പിന്നെ അവരിതുപോലെ തലയിൽ കൂടെയൊക്കെ എടുക്കാറുണ്ട് പല്ലു. ഇതുപോലെ അതിൻ്റെ ആ തുമ്പെടുത്തിട്ട് നമ്മുടെ മുടിയിൽ കൂടി അത് അങ്ങനെ സ്ലൈഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് അവരുടെ സ്റ്റൈല്. കണ്ടില്ലേ? ഇത്രയാണ് ഗുജറാത്തി സ്റ്റൈൽ.
എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ഗുജറാത്തി സാരി അങ്ങനെ നമ്മളങ്ങനെ പതിവായിട്ട് ഉടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കല്യാണ റിസപ്ഷനൊക്കെ നമ്മൾ ഇതുപോലെ ഗുജറാത്തി തിരിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാംസിന് അങ്ങനെയൊക്കെ ഗുജറാത്തി സാരീസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും നമ്മുടെ മലയാളം ചാനലിൽ ഗുജറാത്തി സാരീസ് അധികം കാണാറില്ല. എന്തായാലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും ഇതുകൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ഒരു ഗുജറാത്തി സാരി ട്രൈ ചെയ്യാമോ എന്ന്. അതിൻ്റെ അങ്ങനെ ഒരു ആവശ്യം വന്നത് കൊണ്ടാണ് ഇതുകൂടി എന്തുകൊണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചത്. എന്തായാലും മറാഠി ചെയ്തു. അപ്പോൾ പിന്നെ ഗുജറാത്തി വലിയ പാടൊന്നുമില്ല, മറാഠി സാരി എടുക്കാനാണ് പാട്. ഗുജറാത്തി സാരിക്ക് വളരെ സിമ്പിളാണ്, കണ്ടില്ലേ? നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന സാരി തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്നത് മാത്രം, വേറെ ഒരു മാറ്റവും ഇല്ല. സാരിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഫങ്ഷൻസിനൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം 2 വീഡിയോസും കമൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എന്തായാലും ഈ 2 സാരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സാരി ഡ്രേപ്പിംഗ് എന്തായാലും ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോസ് ഇട്ട് നിങ്ങളതിന് ബോറടിപ്പിക്കുന്നില്ല. ഇനിയും പല ടൈപ്പ് സാരികളുണ്ട്, എന്നാലും എല്ലാം ഉടുക്കുന്ന രീതികളൊക്കെ സെയിം തന്നെ. എന്നാലും വെറൈറ്റി രീതികൾ അല്ലെങ്കിൽ മറ്റ് നാട്ടിലെ സാരികൾ, ഇനി തമിഴ് പട്ട ചേല ഉടുക്കുന്ന ടൈപ്പും ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് 8 മീറ്ററെങ്കിലും സാരിക്ക് വേണം, എന്നാൽ അതല്ലേ അങ്ങനെ ഉടുക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര പാടാണ്. അങ്ങനെ ഒരുപാട് സാരികൾ പലതരത്തിലുള്ളതുണ്ട്. എന്തായാലും നമുക്ക് ഇത്രയൊക്കെ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ വന്നാലൊന്ന് ഉടുക്കാൻ പാകത്തിനുള്ളതൊക്കെയാണ്. ലൈറ്റിങ്ങിൻ്റെയും സൗണ്ടിൻ്റെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. കാരണം എൻ്റെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്, പിന്നെ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലിലേക്ക് വരുമ്പോൾ ചെറിയ കളർ വേരിയേഷനും വെളിച്ചത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരും. അത് ക്ഷമിക്കണം. ഒരു ക്യാമറ ഒരു ഫുൾ ആയിട്ട് ക്യാമറയൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് വരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക. കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നത്തെ വീഡിയോസ് പോയി കാണുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും കമൻറ്റ്സ് എല്ലാവരും ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഇനിയും അതായത് ഇതിനു മുമ്പ് സാരിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇട്ടിരുന്ന കമൻസിനെ ഞാൻ ഇതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം, ഒരു പുതുമയുള്ള വീഡിയോസുമായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ സാരീസിനും ഒരേ കാര്യം തന്നെയാണ് പറയാറ്. നമ്മുടെ അണ്ടർസ്കേർട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഉടുത്ത് കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് ഇട്ടുവെന്നേ ഉള്ളൂ. സെയിം അണ്ടർസ്കേർട്ട് ഇടാൻ ശ്രദ്ധിക്കണം, ചെരുപ്പിട്ടിട്ട് ഉടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.